ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വളരെ ക്രൂരമായ ഈ നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രചരണം വന്നിട്ട് എന്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ വിമർശിക്കാത്തത്? മറ്റ് ഏതെങ്കിലും ഒരു ചെറിയ സംഭവം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകരുൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ അതിനെതിരായി വലിയ പ്രചരണം വരുന്ന ആ സാഹചര്യം, ഇപ്പോൾ അതിനേക്കാൾ ക്രൂരമായൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ മൗനമാണ് ഇവരുടെ ഈ ആഹ്വാനത്തെക്കാളും ഏറ്റവും അപകടകരമായി മാറിയിട്ടുള്ളത്. ഇവരുടെ ഈ രാഷ്ട്രീയ കക്ഷികളുടെയും അഭിനവ ബുദ്ധിജീവികളുടെയൊക്കെ നിഷ്പക്ഷമായി മതേതരത്വത്തിൽ ഉറച്ചു നിന്ന് പ്രസംഗിക്കുന്നവരുടെയൊക്കെ ഈ മൗനമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം CPM, ഈ SIO ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും ഇന്ത്യയുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ടുള്ള അരങ്ങൊരുക്കുമ്പോൾ അതിന് അറിയാതെ നിന്ന് താങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ സൈഡ് ചെയ്യുന്നൊരു നിലപാടാണ് CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ചും CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ അടുത്ത ദിവസം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് MA ബേബിയുടെ പ്രസംഗം. ഇസ്രയേലിന് ചെയ്യുന്ന എല്ലാ സൈനിക സഹായവും ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉടനടി അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് നമ്മുടെ സൈനികമായി നമ്മൾ വളർന്ന് പരസ്പര സഹായത്തോടു കൂടി നമ്മൾ സൈനികമായി വലിയൊരു ശക്തിയായി മാറേണ്ട സാഹചര്യം നിൽക്കുമ്പോൾ അത് നിന്നും മാറ്റി നമ്മളെ വെറും മോശപ്പെട്ട ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത്. SIOയും CPMൻ്റെ നിലപാടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല.